ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. കൃഷ്ണകൃപയിലാണ് കല്യാണം. അപ്പം ഞാനും വികിയും ബവീച്ചും സാൻവി മോളും കൂടെ ലാലോട്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. ലാലോട്ട് ഞങ്ങളെയും കാത്ത് വണ്ടിയിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. മഴയായതുകൊണ്ട് വസുമോനെ കൂട്ടിയിട്ടില്ല. അപ്പോൾ വണ്ടിയിലെത്തിയപ്പോൾ മുതൽ സാൻവി ഒരുപാട് ചളി തമാശകൾ പറയുന്നുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് ചിരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൃഷ്ണകൃപയിലെത്തി. ലാലോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഞാനും ബവീച്ചും പിള്ളേരും ഫ്രണ്ട് സൈഡിലേക്ക് നടന്ന്. അവിടെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ എത്തി അവരോടൊക്കെ സംസാരിച്ച് അവർ ഞങ്ങളോട് ചായയൊക്കെ കുടിക്കാൻ പറഞ്ഞ് ചായയും പരിപ്പ് വടയും പഴംപൊരിയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് ഓരോ ചായയും പരിപ്പ് വടയും വാങ്ങിച്ച് അവിടെ നിന്ന് ചായ ഒഴിക്കുന്ന ഏട്ടൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ചായ ഒഴിക്കുന്നതും തരുന്നതും എല്ലാം. അപ്പോൾ ഞങ്ങൾ ഒട്ടും കുറച്ചില്ല, സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വാങ്ങുകയും ചെയ്ത്. കുടിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് മധുരയില്ല. അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയപ്പോൾ മധുരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും മഴയും കണ്ട് നല്ല ചായയും പരിപ്പ് വടയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് അതിനുശേഷം ഞങ്ങളങ്ങ് ഉള്ളിലേക്ക് പോയി. ഉള്ളിലാണ് ഞങ്ങൾക്ക് ബാക്കി അറിയുന്നവരൊക്കെ ഉള്ളത്. ഉള്ളിലെത്തി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആ കസേരയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നപ്പോൾ ജീഷ്മയും സൗമീച്ചും ഇവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഇവരൊക്കെ അവരുടെ റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കാര്യമായ ആൾക്കാരാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി. നല്ല വെറൈറ്റി ഫുഡുകളായിരുന്നു. അപ്പോൾ എല്ലാം നല്ല വിശദമായിരുന്നു കഴിച്ച്. അതിനതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ സ്വീറ്റ്സ് ഉണ്ട് അതിനടുത്തേക്ക് പോയി. ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ നല്ല ജിലേബി, പല കളറുള്ള ജിലേബിയും മൈസൂർ പാക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളിങ്ങനെ ഓരോ തമാശകൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ ബാക്കിയുള്ളവരോടൊക്കെ യാത്ര പറയണമല്ലോ, ഇതിങ്ങനെ കഴിച്ച് നിന്നാൽ മാത്രം ശരിയാവില്ലല്ലോ. അപ്പോൾ ഉള്ളിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് ജീഷ്മയൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്ത് തന്ന ആളാണ് ഈ മഞ്ഞ ബനിയൻ. അപ്പോൾ ഞാൻ ഫോണ് വാങ്ങിച്ച് മഞ്ഞ ബനിയനെ കുറച്ച് നേരം വീഡിയോ എടുത്ത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇങ്ങനെയാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം. അപ്പോൾ അവരോടും കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിലേക്ക് കയറി. ഇത് വണ്ടി പൊരിക്കുന്നതല്ല, വണ്ടി തുറക്കുന്നത് അറിഞ്ഞുകൂടാഞ്ഞിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ.